80-90കളിൽ ജനിച്ചു വളർന്ന് ജീവിച്ചിരുന്നവർ പൊതുവെ ഭാഗ്യവാന്മാരായിരുന്നു. അവർ അധ്വാനികളായിരുന്നു. അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ജീവിതം സമാധാനവും ശാന്തിയും നിറഞ്ഞതായിരുന്നു. പാടത്ത് കൃഷി ചെയ്ത് സ്വന്തം ആവശ്യത്തിന് അരിയും നെല്ലും സമ്പാദിച്ചു വെച്ചിരുന്നതുകൊണ്ട് ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നില്ല. ഏത് കുഞ്ഞിന് പോലും സ്വന്തം വരുമാനമാർഗം ഉണ്ടാക്കുവാൻ സാധിക്കുമായിരുന്നു. കശുവണ്ടി പെറുക്കി വിറ്റും ചാണകം പെറുക്കി വിറ്റും കൊയ്ത്തുപാടങ്ങളിൽ നിന്ന് നെല്ല് പെറുക്കി വിറ്റും എല്ലാവരും പണം സമ്പാദിച്ചിരുന്നു. ആ പണം കൊണ്ടാണ് വിഷുവിന് പടക്കം വാങ്ങുവാനും സിനിമ കാണുവാനുമെല്ലാം ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് അനുഭവിച്ചിരുന്ന ആഘോഷങ്ങൾക്ക് ഒരു മണ്ണിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. മണ്ണ് കുഴച്ച് തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കി പറമ്പിലെ പുഷ്പങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത്. കാലമൊക്കെ മാറിയപ്പോൾ എല്ലാവർക്കും മാറ്റങ്ങൾ വന്നു. കൃഷിയിടങ്ങൾ കൃഷി ചെയ്യാതെ തരിശുഭൂമിയായി മാറി. പാടശേഖരങ്ങൾ ഉഴുതുമറിക്കാതെ വന്നപ്പോൾ ജലം ഭൂമിയിലേക്ക് ഇറങ്ങാതെയായി. വേനൽ ആരംഭിക്കുമ്പോഴേക്കും കിണറുകൾ വറ്റി വരണ്ടു തുടങ്ങി. മഴ ആരംഭിക്കുമ്പോഴേക്കും പ്രളയമായി. കൃഷി നശിച്ചപ്പോൾ അരിക്ക് ക്ഷാമമായി. അതിൻ്റെ ഫലമായി അരിയുടെ വില കുത്തനെ ഉയർന്നു. ജനജീവിതം ദുസ്സഹമായി. പ്രകൃതിയുടെ താളം പോലും തെറ്റിത്തുടങ്ങി. ഇന്ന് കുടിവെള്ളക്ഷാമം മൂലം നമ്മൾ വലയുന്നുവെങ്കിൽ അതിനുത്തരവാദി നമ്മൾ തന്നെയാണ്. പാടശേഖരങ്ങളിൽ ജലം ശേഖരിച്ചാൽ മാത്രമാണ് ഭൂമിയിൽ ഉറവ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് പാടശേഖരങ്ങൾ മണ്ണിന് സമമായി ഉറച്ചു കിടക്കുകയാണ്. പുഴയോരങ്ങൾ ചെളിയും മണലും നിറഞ്ഞു മൂടിക്കിടക്കുന്നു. അവിടെയും ആദ്യത്തേതിനേക്കാൾ പകുതി വെള്ളമേ ശേഖരിക്കുവാൻ സാധിക്കുന്നുള്ളൂ. ജലമെല്ലാം കടലിലേക്ക് ഒഴുകിപ്പോകുന്നു. അതുകൊണ്ട് വേനൽ കടുക്കുമ്പോഴേക്കും പുഴയും പാടശേഖരങ്ങളും വറ്റി വരണ്ട് ഭൂമിയിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നു. പെയ്ത്തുമഴയിലെ ശുദ്ധജലം പെട്ടെന്ന് സ്വീകരിക്കുവാൻ കടൽ വിമുഖത കാട്ടുമ്പോൾ ജലം ശേഖരിക്കുവാൻ മാത്രം പ്രാപ്തമല്ലാത്ത പുഴയും പാടവും പ്രളയത്തിന് വഴിയൊരുക്കുന്നു. മാറേണ്ടത് മനുഷ്യരാണ്. അതിനുവേണ്ടി നമുക്ക് നല്ല ഭരണകർത്താക്കൾ വേണം. രോഗം വരുമ്പോൾ ചികിത്സിക്കുകയല്ല വേണ്ടത്, രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ് കണ്ടെത്തേണ്ടത്. ഇന്ന് തൊഴിലുറപ്പിൻ്റെ പേരിൽ കോടികൾ ചിലവാക്കുന്നുണ്ട്. അത് കൃഷിയെ പരിപോഷിപ്പിച്ചു നമ്മുടെ മണ്ണിനെയും വിണ്ണിനെയും സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ സന്തോഷം നിറഞ്ഞ നല്ല നാളുകൾ ഇനിയും നമുക്കുണ്ടാകും. ഇനിയും നമുക്ക് ഭയമില്ലാതെ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കും.